ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 28 റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ വൈൽഡ് കാർഡ്സ് എല്ലാവരും വീട്ടിനകത്ത് കയറി. അപ്പോൾ നമ്മൾ അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതിനകത്ത് ഇന്നലെ വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മൾ കണ്ടത് ജിസയിലും അനുമോളും തമ്മിലുള്ളൊരു ഇഷ്യൂ തന്നെയായിരുന്നു. അത് എന്താ പറയുക, അനുമോൾ പറയുന്നുണ്ട് ജിസയിലും ആര്യനും തമ്മിൽ ഈ പറഞ്ഞ പോലെ കിസ് ചെയ്യുന്ന ഒരു ഇത് കണ്ടു എന്നൊക്കെയാണ് അനുമോൾ പറയുന്നത്. അത് ലൈവിലും കണ്ടിരുന്നു പുറത്തുനിന്ന് വന്നിട്ടുള്ള മസ്താനിയൊക്കെ പറയുന്നുണ്ട്, ജിഷിനും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഉള്ളൊരിത് എന്താ പറയുക, എപ്പിസോഡ്സിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇവർ ഒരു ബെഡിൽ ഷെയർ ചെയ്ത് കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ എപ്പിസോഡിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ എന്താ പറയുക, ഇവർ തന്നെ പറയുന്നുണ്ട് ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ, പുതപ്പിൻ്റെ അടിയിലാണ് ഇവരിയ്ക്കുന്നത് എന്നും. പക്ഷേ ഇവർക്ക് തന്നെ അത് 100% ഉറപ്പിക്കാനും പറ്റുന്നില്ല. അപ്പോൾ വെറുതെ ഒരാളുടെ ക്യാരക്ടർ അസോസിയേഷനാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ അരയനാണെങ്കിലും എന്താ ജിസയിലാണെങ്കിലും രണ്ടുപേരും അൺമാരീഡ് ആണ്, സിംഗിളാണ്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് ഗോസിപ്പ് വരുത്തി അവരുടെ ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാക്കാം. പക്ഷേ ഇതിപ്പോൾ അവർ രണ്ടുപേരും സിംഗിളാണ്. ഇപ്പോൾ എന്താ പറയുക, കിസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഇപ്പം അത്ര തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത്. ഇപ്പം എന്താ പറയുക, പുറത്തിപ്പോൾ നമ്മൾ എത്രയോ സീരിയൽ കാണുന്നുണ്ട്, ഫിലിംസ് ഉണ്ട്, ഇതിലെല്ലാം കിസ്സിങ് സീൻസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നും ഇവർക്ക് അത്ര വലിയ തെറ്റ് പറയാനില്ലെങ്കിൽ അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. ഇത് വീണ്ടും ഈ ഒരാളുടെ പിന്നാലെ നടന്ന് അവരെന്താ ചെയ്യുന്നതെന്നുള്ളത്, ഈ വീണ്ടും വീണ്ടും ഈ എന്താ പറയുക നടക്കുക, അവരുടെ പിന്നാലെ എന്നിട്ട് ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കുക, ഇതൊരുമാതിരി ക്യാരക്ടർ അസോസിയേഷൻ ചെയ്യുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കിസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയില്ല. നമ്മൾ എപ്പിസോഡ്സിൽ അത് അത്ര വലിയ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഇൻ കേസ് ചെയ്തിട്ടില്ല എങ്കിൽ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കുക എന്നാണ് എന്താ പറയുക എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അനുമോള് അത് അവരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഇഷ്ടമാണ്. ഇപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ഇത്രയും വലിയ ഊതിപ്പെരുപ്പിച്ച് വലിയൊരു സംഭവമാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഒരു എന്താ പറയുക, ഇപ്പോൾ ഏതൊരു ഇതിൽ ഞാൻ കണ്ടിരുന്നു അനുമോള് സദാചാര കമ്മിറ്റിയുടെ മെമ്പറാണ് അങ്ങനത്തെ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ ഇത്ര വലിയൊരു ഇഷ്യൂ ആക്കി ആ വീട്ടിനകത്ത് ഇത്രയും പേര് ഇതാക്കുക, അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്ന പോലെ ചെയ്യുക, ഇതൊന്നും ഒരു ആവശ്യമില്ലാത്തൊരു ഇഷ്യൂസാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും എന്താണെങ്കിലും ലാലേട്ടൻ ഈ എപ്പിസോഡിൽ വന്നിട്ട് അതിനെക്കുറിച്ചിട്ട് എന്തായാലും ഡിസ്കസ് ചെയ്യും. കാരണം ക്ലിയർ ആയിട്ട് ഇവർക്കേ പറയാൻ പറ്റുന്നില്ല ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. എന്നിട്ടും ഈ ആവശ്യമില്ലാത്ത ഈ രണ്ടുപേരെ ഇതാക്കി ഒരാവശ്യമില്ലാത്ത ഒരു ഇതായിപ്പോയി. കാരണം ഇതിനു മുമ്പ് വരെ ജിസൈലിൻ്റെ പിന്നാലെ അനുമോൾക്ക് മേക്കപ്പ് പ്രോഡക്റ്റ് യൂസ് ചെയ്തു എന്നുള്ളൊരു ഇഷ്യൂ ആയിരുന്നു. ഇപ്പോൾ അത് മാറി എല്ലാവർക്കും എല്ലാം യൂസ് ചെയ്യാമെന്നായി. അപ്പോൾ ഇങ്ങനെ ഒരു ഇതായി. ഈ ആവശ്യമില്ലാത്ത ഒരാളുടെ പിന്നാലെ അവരെ പ്രൊവോക്ക് ചെയ്ത് ഇങ്ങനെ ഓരോ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് അനുമോൾ ആ വീട്ടിനകത്ത് വേറൊരു ഗെയിമോ വേറൊന്നും കളിക്കുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ വേറൊന്നും കണ്ടത് മസ്താനിയാണ്. മസ്താനി എനിക്ക് തോന്നുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ റൂൾസ് പ്രകാരം പുറത്തുനിന്നുള്ളൊരു കാര്യം ആ വീട്ടിനകത്ത് പറയരുതെന്നാണ് ഇവർ പറയുന്നത്, ഇവരുടെ റൂൾസ് അനുസരിച്ചിട്ട്. ഇപ്പം മസ്താനി ജിഷിനാണെങ്കിലും പുറത്തുനിന്നുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ രേണുസുധീനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തൊക്കെയോ ആദ്യം വന്ന ദിവസം തന്നെ മസ്താനി രേണുസുധീനെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാനും ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാനൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് റന ഫാത്തിമയുടെ പിന്നാലെ പോയിരുന്നു. റന ഫാത്തിമയുടെ ബോയ് ഫ്രണ്ടിൻ്റെ പേരും പറഞ്ഞ് എന്തൊക്കെയോ ചെറിയൊരു ഇഷ്യൂസ് മസ്താനി ഇത് പുറത്തുനിന്നുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ശരിക്കും അതൊന്നും അലൗഡ് അല്ല. ഇപ്പോൾ ജിഷിനാണെങ്കിൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ചെറുതായിട്ട് ആ വീട്ടിനകത്ത് ഓരോരുത്തരോടും പറയുന്നുണ്ട് തോന്നുന്നുണ്ട്. കാരണം അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ടാണ് ഇപ്പോൾ എല്ലാവരും അവിടെയൊക്കെ ഓരോ ഡിസ്കഷനും ഇവ പുറത്തുനിന്ന് ഇത് കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ. അപ്പം മസ്താനയും ജിഷിനും അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവർ എപ്പിസോഡിൽ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഒരുമിച്ച് ഇവരെ അറ്റാക്ക് ചെയ്തത്, ഇങ്ങനെ ഒരു ഇഷ്യൂ കാരണം, ഇതിൻ്റെ പേര് പറഞ്ഞിട്ട്. അപ്പോൾ അത് തന്നെ ഒരു റൂൾ വയലേഷനാണ് ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം പുറത്തുനിന്നൊന്നും പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജിഷിനാണെങ്കിലും മസ്താനാണെങ്കിലും അവിടെ തന്നെ റൂൾ ബ്രേക്ക് ചെയ്തു, പുറത്തുനിന്നുള്ളൊരു കാര്യം വീട്ടിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മസ്താനി അതേപോലെ ആദ്യം രേണുസുധയുടെ പിന്നാലെ നടന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് റന ഫാത്തിമയുടെ പിന്നാലെ നടന്നു. ഇപ്പോൾ വീണ്ടും ഈ അനുമോളുടെ അടുത്ത് ശൈത്യനെ കുറിച്ച് പറയുന്നുണ്ട്. ശൈത്യ ബാക്ക് സ്റ്റാമ്പാണ്, ശൈത്യനെ വിശ്വസിക്കരുത് അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു മിക്കവാറും ഇനി ശൈത്യയും അനുമോളും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അതോടെ തീർന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ശൈത്യം പറയുന്നുണ്ട് എനിക്ക് ബെഡ് മാറണം, ഇനി എനിക്ക് അനുമോളുടെ ഒപ്പം ഇരിക്കാൻ പറ്റില്ല. അല്ല, അനുമോളും ഇനി ശൈത്യനെ ചെറുതായിട്ടൊരു ഗ്യാപ്പ് വിടും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അനുമോൾ പറയുന്നുണ്ട് എനിക്ക് ആരും വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് വരെ കണ്ടത് അനുമോളും ശൈത്യയും അതേപോലെ ആദിൽ നൂറിയും, ഇവർ 4 പേരായിരുന്നു ഒരു ഗ്യാങ് പോലെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി മുതൽ എനിക്ക് തോന്നുന്നു ശൈത്യയുടെ സ്ഥാനത്ത് മസ്താനി വരികയായിരിക്കും. കാരണം പുറത്തുനിന്നുള്ള ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് അനുമോൾക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ട്,
സപ്പോർട്ടും വോട്ടും ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് എന്താ വൈൽഡ് കാർഡ്സിൽ എനിക്ക് തോന്നുന്നു 2-3 പേര് ആ അനുമോളെ സപ്പോർട്ട് ചെയ്ത ആ ഒരു ഗ്രൂപ്പിലോട്ടാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അനുമോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുക എന്നല്ലാണ്ട് ആ വീട്ടിനകത്ത് പ്രത്യേകിച്ച് ഒരു ഗെയിം ഒന്നും കളിക്കുന്നില്ല. അതേപോലെയാണ് എനിക്ക് തോന്നുന്നു വന്നതിൽ ജിഷിനാണെങ്കിലും എന്താ പറയുക, ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ അവരിപ്പോൾ കിച്ചൺ ടീമിലോട്ടാക്കി ആവശ്യമില്ലാത്ത അവരായിട്ടൊരു കോൺട്രിബ്യൂഷൻ ഒന്നും ചെയ്യുന്നില്ല. ആവശ്യമില്ലാത്ത ഒരു ഇഷ്യൂസ് എനിക്കത് ഫസ്റ്റ് ഡേ അനീഷായിട്ട് ജിഷിൻ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഇതുപോലെ പറഞ്ഞിരുന്നു. എന്താ പറയുക, പേരെന്താ ചോദിക്കുമ്പോൾ ഓക്കെ എനിക്കറിയില്ല, മേ ബി ചിലപ്പോൾ അയാൾക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ അത് അനുമോൾ വന്ന സമയത്ത് അനുമോളോട് എടുത്തൊരു സ്ട്രാറ്റജി അല്ലേ, നിങ്ങളെനിക്കറിയില്ല, നിങ്ങളുടെ പേരെന്താണ്, അങ്ങനെ ആ ഒരു സ്ട്രാറ്റജി എൻ്റെ അടുത്തേക്ക് വേണ്ട എന്ന് ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ജിഷിൻ അനീഷിനോട് പറയുന്നുണ്ട്. അപ്പോൾ മേ ബി ചിലപ്പോൾ അതൊക്കെ ജിഷിൻ്റെ ഒരു സ്ട്രാറ്റജി ആവാം, എനിക്കറിയില്ല. ചിലപ്പോൾ 1-2 ദിവസം ഇങ്ങനെ ആ ഒരു വന്ന ആ ഒരു ഹൈപ്പിൽ അങ്ങനെ നിൽക്കുമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് ഒതുങ്ങിയ പോലെ ആവാം ജിഷിൻ. മേ ബി ഇനി വരുന്ന എപ്പിസോഡ്സിൽ നമുക്ക് കാണാൻ പറ്റും ഗെയിമും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവർക്ക് പണിപ്പുര ടാസ്ക് കൊടുക്കുന്നുണ്ട്, എന്താ പറയുക, വൈൽഡ് കാർഡ് എൻട്രീസിന്. അങ്ങനെ ഇവർ പണിപ്പുരയിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവസാനം ഇവർക്ക് എന്താ പറയുക, ഓരോ ബോംബിൻ്റെ ഓരോ ഇത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു ബോംബിൻ്റെ ഒരു ഇതായിട്ട് ഇവർക്ക് എന്താ കൊടുക്കുന്ന ഒരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുൾ ബിഗ് ബോസിൽ ക്യാപ്റ്റൻ ആവാൻ അർഹതയില്ലാത്ത ഒരാളുടെ പേര് സെലക്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ ഇവർ സെലക്ട് ചെയ്തിരിക്കുന്ന അക്ബറിൻ്റെ പേരാണ്. ഒബ്വിയസ്ലി അക്ബർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജും അല്ലെങ്കിൽ അക്ബറായിട്ടുണ്ടാക്കുന്ന ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഇവർ കാരണം അക്ബർക്കൊരു പണി കിട്ടി എന്ന് തന്നെ പറയാം. കാരണം ഇനി ഒരിക്കലും ബിഗ് ബോസ് സീസൺ 7 അക്ബറിന് ഒരു എന്താ പറയുക ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല. പിന്നെ അതാണ് ഫസ്റ്റ് ഒരു ടാസ്ക് നമ്മൾ കണ്ടത്. അപ്പോൾ ഇനിയും ടാസ്കുകൾ ഉണ്ട്. അപ്പോൾ ലൈവിനകത്ത് ഞാൻ ചെറിയൊരു ഭാഗം കണ്ടത് റാങ്കിങ് ടാസ്ക് ഈ വൈൽഡ് കണ്ടൻറ്റേഴ്സ് കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതൊക്കെ മിക്കവാറും നാളത്തെ എപ്പിസോഡ്സിലാവും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇന്നലത്തേൽ മെയിനായിട്ട് ഇതൊക്കെയായിരുന്നു നമ്മൾ കണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ റിവ്യൂ. നാളത്തെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.